യെസ്, നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്വസ്റ്റ്യൻ വെരി ഈസി ആണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ? ഒറിജിൻ എന്നതിന്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒറിജിന്റെ കോർഡിനേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യനുകളിലും ഒറിജിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ്. എന്ത് എഴുതി കൊടുത്താൽ മതി? 0 0. ഒറിജിൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 0 0 എഴുതി വെച്ചോളൂ. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് വിൽ ബി 0. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. വെറുതെ ബൈഹാർട്ട് പഠിച്ചു വെക്കരുത്. ഇതാണ് ഇപ്പൊ നമ്മുടെ ആക്സിസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ആക്സിസ്. ഞാനിപ്പോ ഇവിടെ ഒരു 1 എഴുതി, ഇവിടെ ഒരു 3 ആണെന്ന് വെറുതെ വിചാരിച്ചോ. അപ്പൊ ഈ കോർഡിനേറ്റ് എന്താ? ഈ കോർഡിനേറ്റ് എന്താ? 1 3. ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ നേരെ താഴത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 1 2 അല്ലേ? ഇതിന്റെ നേരെ താഴത്ത് 1 2 ഉണ്ടാവും. അതിന്റെ നേരെ താഴത്ത് എന്താവും? 1 1. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1 0. അടുത്ത പോയിന്റ് ഇവിടെ എന്തായിരിക്കും? 2 0. അടുത്തത് എന്തായിരിക്കും? 3 0 എന്ന് പറഞ്ഞാലേ ഇതാണ് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. അവിടുത്തെ എല്ലാ വഴികൾ നോക്കിയാലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്തോളൂ. എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ ആയിരിക്കും 0. വൈ ആക്സിസ് ആണെങ്കിലോ എക്സ് ആയിരിക്കും 0. അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് വിൽ ബി 0. വൈ ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് വിൽ ബി 0. ഇനി നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. ഈ ഡയലോഗ് പഠിച്ചു വെക്കേണ്ട ഡയലോഗാണ്. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നോക്കിയിരുന്നോ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സെയിം ആക്കി എടുക്കുക എന്നാണ്. നേരെ നോക്കിക്കോ. ആദ്യം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കും. ഞാനിപ്പോ ഇവിടെ ഒരു ഇത് വരച്ചു. ഇവിടെ ഒരു ഇത് വരച്ചിരുന്നു. ഇതിലൂടെ 1 2 ഒരു ലൈന് വരക്കുക എന്നാണ് കേട്ടോ. കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും മനസ്സിലാവില്ല. നേരെ നോക്കിയിരിക്ക്. ഇതാണ് 1 2. ഇതാണ് 1 2. മനസ്സിലായോ? ഈ 1 2 എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കുകയാണ്. ഏതിലൂടെ വരക്കുന്നത്? 1 2 എന്ന പോയിന്റിലൂടെ. ഏതിലൂടെ പറടാ? 1 2 എന്ന പോയിന്റിലൂടെ. ഏതിന് പാരലൽ ആയിട്ട്? എന്താ പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ് ആക്സിസ് ഇതാണിതാ. ഈ സാധനമാണ് എക്സ് ആക്സിസ്. അതിന് പാരലൽ ആയിട്ട് വരക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ പേരെന്താ? ഈ രണ്ടാമത്തെ പേരെന്താ? 1 2. ഇതിനെ പിന്നെ അടുത്ത് എന്തായിരിക്കും? 2 2 അല്ലേ? 2 2. അടുത്തത് എന്തായിരിക്കും? 3 2. അടുത്തത് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞ പോയിന്റുകളൊന്ന് പറഞ്ഞ. 1 2. അടുത്ത പറ. 2 2. അടുത്ത പറ. 3 2. അടുത്ത പറ. 4 2. ഇവിടെ ഇതിന് മുമ്പ് വേണമെങ്കിൽ ഒരു പോയിന്റ് എഴുതാം. 0 2. പറ്റില്ലേ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് 3 2 കഴിഞ്ഞ പിന്നെ അടുത്തത് ഏതാ? 4 2. 2 ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഇങ്ങനെയാണ് എന്റെ കുട്ടികൾ അവിടെ എഴുതി വെച്ചോ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ വൈ കൊണ്ടുപോയിട്ട് സെയിം എഴുതി വെക്കുക. നോക്കൂ, വൈ സെയിം ആണോ നോക്ക്. ഇവിടെ വൈ സെയിം ആണോ? വൈ സെയിം ആണോ? ഇവിടെ വൈ സെയിം ആണോ? ഇത് വൈ സെയിം ആണോ? ഇവിടെ വൈ സെയിം ആണോ? ഇവിടെ വൈ സെയിം ആണ്. എക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി ചില ആൾക്കാർക്ക് ഇങ്ങനെ എഴുതണം. എക്സ് ഇഷ്ടമുള്ളത് എഴുതാന്ന് പറഞ്ഞപ്പോ 1000 എന്ന് എഴുതണം, അല്ലെങ്കിൽ 100 എന്ന് എഴുതണം. പറ്റുമോ? ഇത് ശരിയാണോ? എന്ത് എഴുതാം. മനസ്സിലായോ? എടാ ഇത്രേ ഉള്ളൂ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ വൈ സെയിം എഴുതുക, എക്സ് ഇഷ്ടമുള്ളത് എഴുതാം. പഠിച്ചു വെച്ചോ. എന്താണ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ? അവിടെ എഴുതി വെക്ക്. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ സെയിം എഴുതുക, എക്സ് ഇഷ്ടമുള്ളത് എഴുതാം. അവിടെ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോ ഓർമ്മ കിട്ടില്ല. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സെയിം ആക്കുക, എക്സ് ഇഷ്ടമുള്ളത് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Can I move to next question? Yes.
നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞ എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. വൈ കോർഡിനേറ്റ് വിൽ ബി 0. നീ ഇങ്ങോട്ട് നോക്ക്. ലിസൺ. എടാ നോക്ക്, എന്താണ് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പാരലൽ ടു വൈ ആക്സിസ്? എക്സ് സെയിം ആണ്. എക്സ് ആണ് സെയിം അല്ലേ? എക്സ് ആണ് സെയിം അല്ലേ? സോ ഞാൻ എക്സ് എല്ലായിടത്തും സെയിം കൊണ്ടുപോയി എഴുതി കൊടുക്കട്ടോ. എക്സ് എല്ലായിടത്തും സെയിം എഴുതി കൊടുത്തു. എക്സ് എല്ലാ സ്ഥലത്തും ഞാൻ സെയിം എഴുതി കൊടുക്കുകയാണ്. എക്സ് സെയിം എഴുതി. വൈ എന്തെഴുതും? വൈ എന്തെഴുതും? ഇഷ്ടമുള്ളത് എഴുതാം. വൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എക്സ് സെയിം ആക്കി എഴുതുക. 3-0. അടുത്ത 3-1. അടുത്ത 3-2. അടുത്ത 3-3. മനസ്സിലായോ? ഇതിൽ എത്ര എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ? 2 ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ക്ലിയർ ആണോ മക്കളെ? എന്താ പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞ? പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞ എന്താ? എക്സ് സെയിം എഴുതുക. ഈ എക്സ് ഇല്ലേ, എക്സ് അത് സെയിം കൊണ്ടുപോയി എഴുതുക. കണ്ടോ? എക്സ് സെയിം കൊണ്ടുപോയി എഴുതുക. എക്സ് സെയിം എഴുതുക. വൈയോ? വൈ ഏതാ എഴുതുക? ഇഷ്ടമുള്ളത് എഴുതാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ഒന്ന് പറഞ്ഞ. പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ് എന്താ മീനിങ്? പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാല് വൈ സെയിം എഴുതുക. ഇതുവരെ മനസ്സിലായോ? സോ ഞാനിവിടെ വൈ സെയിം എഴുതുക കേട്ടോ. വൈ ഞാൻ സെയിം എഴുതുകയാണ്. ഈ 2 ഞാൻ അതുപോലെ എഴുതി. ഇതുവരെ മനസ്സിലായോ ഇല്ലേ? എടാ പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ വൈ സെയിം കൊണ്ടുപോയി എഴുതി വെക്കാം. ക്ലിയർ ആണോ? നിങ്ങൾ ജോമെട്രി ആൻഡ് ആൾജിബ്ര എടുത്തപ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു വാട്ട് ഈസ് മീൻ ബൈ കട്ട് വൈ ആക്സിസ്. ആൻസറായി. കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാല് എക്സ് കോർഡിനേറ്റ് വിൽ ബി 0. യു വാണ്ട് ദിസ്? യെസ് മക്കളെ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം മുതൽ മെല്ലെ പറഞ്ഞുതരാം. എന്നാലേ നിങ്ങൾക്ക് കത്തുള്ളൂ. ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. 2 മാർക്കിന് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യനുകളാണ്. പക്ഷെ ഇത് മനസ്സിലാവാൻ വെരി ഡിഫിക്കൽട്ട് ആണ്. മെല്ലെ പറഞ്ഞുതരാം. എന്താ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ? വൈ സെയിം. ഞാൻ ഇത് വൈ സെയിം ആക്കി എഴുതട്ടെ. ഇത് മനസ്സിലായോ ഇല്ലേ? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞ എന്താ? എക്സ് 0. റെഡി ആണോ? എ ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ ആയിട്ടുണ്ടാവും. ബി ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ സെയിം എഴുതണ്ട്? പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ സെയിം എഴുതണ്ട്? വൈ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി. എക്സ് ഇവിടെ തന്നിട്ടുണ്ട് 5-2. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? 2. റിപ്പീറ്റ് ചെയ്യാം. ഇത് റിപ്പീറ്റ് ചെയ്യണോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നേരെ നോക്കിക്കോളൂ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ സെയിം. 5k എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ എന്താണെന്ന്? What is K? 2. റെഡി അല്ലേ? എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 3 ക്വസ്റ്റ്യൻ. വേഗം പഠിച്ചോ. അതെവിടെ ഒന്നുകൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാട്ടോ. നേരെ നോക്കിക്കോളൂ. വെരി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിക്കോളൂ. ഇത് ഒരു സർക്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സർക്കിൾ വരച്ചു വെക്കുക. എ ലൈൻ ഡ്രോൺ വിത്ത് ഒറിജിൻ ആ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ്. ഇതാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 എന്നാണ് മീനിങ്. എല്ലാ സർക്കിളിന്റെ സെന്ററും എല്ലാത്തിന്റെ ഒറിജിൻ 0 ആണ്. നോ ഡൗട്ട്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് പഠിച്ചു വെക്കേണ്ടതാണ്. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ y 0 ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്.
കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y0 ആണ്. ഇതിൽ 3 0 ഇവിടെ അല്ലേ വരിക, ഇവിടെ 3 0 വരും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ 3 0 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? 3 അല്ലേ? 5 0 ആണെങ്കിൽ എന്താ ഡിസ്റ്റൻസ്? 5. 10 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ? 10. 20 0 ആണെങ്കിൽ എന്താ? 20. സോ വാട്ട് ഈസ് ദ റേഡിയസ്? 3. സോ വെരി ഈസി ആണ്. ആൻസർ റേഡിയസ് എന്താണെന്നാണ് ആൻസർ 3. ക്ലിയർ ആയിട്ടില്ല? ക്ലിയർ ആയില്ലേ? ഈ സൈഡിൽ 3 0 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞ -3 0. എനി ഡൗട്ട്? റൈറ്റ് സൈഡിൽ 3 0 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? -3 0. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടോ കട്ട് എക്സ് ആക്സിസ് ഏതൊക്കെയാണെന്ന് 3 0 -3 0. കട്ട് എക്സ് ആക്സിസ് എന്ന് ചോദിച്ചാല് 3 0 -3 0. നിങ്ങളൊന്ന് പറഞ്ഞ കട്ട് വൈ ആക്സിസ് എന്നാണ് എന്താ? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ 0 എടുക്കണ്ട്? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ 0 എടുക്കണ്ട്? എക്സ് ആണ് 0. കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് 0 അല്ലേ? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് 0. ക്ലിയർ ആയില്ലേ? ആ 3 -3 ഇവിടെ 0 3. ഇവിടെ എന്താ വരിക? 0 -3. ഇത് മനസ്സിലായില്ലല്ലോ? മെല്ലെ പറഞ്ഞുതരാം. ഇത് ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തന്നിരുന്നു. കട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാലേ വാട്ട് വിൽ ബി 0? y 0 y 0. ഇവിടെ 3 0 -3 0 എന്നാണ് കേട്ടോ. സോറി 3 0 -3 0 എന്നാണ് അല്ലെ? അങ്ങനെ തന്നെ എഴുതിയത് അല്ലെ? അല്ലെ? അങ്ങനെ തന്നെ എഴുതിയത്. എന്നാൽ കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 0. സോ ഞാൻ ഇവിടെ എക്സ് ഇവിടെയും 0 എഴുതി, ഇവിടെയും 0 എഴുതി. 3 -3. മറ്റോടത്ത് 3 -3. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടോ? സോ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ വേഗം പഠിച്ചു.